ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ടക്കുന്ന് പോയൊരു വീഡിയോ കേട്ടോ. വൈകുന്നേരം സമയമായപ്പോൾ ഞങ്ങൾക്ക് തോന്നി എവിടേക്കെങ്കിലൊക്കെ പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്തിപ്പോൾ പോകുമെന്ന് ആലോചിച്ചപ്പോൾ കോട്ടക്കുന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ പോയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ ആയിട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഒരു കടയിൽ കയറി നിന്ന് അതിൻ്റെ ഇടയിൽ പിന്നെ അവിടുന്ന് ഓരോ കോഫി എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടോ. ഞാൻ ഇപ്പോൾ മറന്നുപോയി, കുറേ മുന്നെടുത്തൊരു വീഡിയോ ഉണ്ടത്. എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോത്തിന് പിന്നെ മഴയൊക്കെ പോയി. മഴയൊക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങിട്ടോ. ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കാരണം എനിക്ക് നല്ല ജലദോഷമാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഈ വീഡിയോൻ്റെ സൗണ്ട് ഭയങ്കര അലമ്പായിട്ടാണ് കേട്ടോ. അതാ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് കുറേ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ ജലദോഷമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷം വരുമ്പോഴുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. ആർക്കൊക്കെ അതുപോലെ ഇഷ്ടമുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതൊന്നും മറക്കരുത്. അങ്ങനെ പിന്നെ ഈ ട്രെയിൻ കയറണമെന്ന് ഇങ്ങനെ ആലോചിച്ച് അപ്പോത്തിന് ഫൈസി അവിടെ ഒരു ആനേനെ കണ്ടിട്ടോ. ഒരു ആനൻ്റെ പ്രതിമ ഉണ്ട്. ഫൈസി ഭയങ്കര ആനപ്രേമിയാണ് കേട്ടോ. അപ്പോൾ ഓടി അയിമ കയറാൻ പോയി. അതൊരു ഷോപ്പിൻ്റെ മുന്നിലുള്ളതാണ്. അത് ജസ്റ്റ് കാഴ്ചക്ക് വേണ്ടി വെച്ചതാട്ടോ. അത് അതിൻ്റെ മുകളിൽ കയറാനൊന്നും പാടില്ല. അതിൽ ആ കാക്ക പറയുന്നുണ്ട് കയറണ്ട അയിമെന്ന് ഇറങ്ങണം, കയറാൻ പാടില്ല. പക്ഷെ ഓടി കയറി. അതുകൊണ്ട് പിന്നെ അയാളൊന്നും മുണ്ടിയിലിട്ടോ. ഇമ്മച്ചി അവിടെ നിന്നാണ്ട് ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇറങ്ങണില്ല, കരയുക കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുത്തി. പിന്നെ അവിടെ നിന്ന് ഇറക്കി വേറെ സാധനമൊക്കെ ഉണ്ട് പറഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഫിഷിനെ കണ്ടപ്പോൾ ഇതൊരു പറ്റിയ സാധനമാണ്, കുട്ടികൾക്ക് പറ്റിയ പതുക്കെ പോവുള്ളൂ. അപ്പോൾ അവൾക്ക് പറ്റിയ സാധനം കണ്ടപ്പോൾ ഞാൻ പിന്നെ അതിൽ കയറ്റിട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ഇടയിലൊരു കുട്ടി ബാക്കിൽ നിന്ന് ഭയങ്കരമായി കരയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അവന് ചെറിയൊരു ടെൻഷൻ, ഇത് പ്രശ്നമുള്ളതാണോ എന്നൊരു തോന്നൽ. അങ്ങനെ പിന്നെ ആ കുട്ടീനെ അതിൻ്റെ അമ്മ ഇറക്കിട്ടോ എന്ന്. അതോടെ പിന്നെ ഓൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മാറിണ്ടിട്ട് ആ കുട്ടി കരയണായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിരിക്ക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ വിചാരിച്ചു ആയി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഹാപ്പി ആയിട്ടോ, പിടിച്ചിരുന്ന് നല്ല ഹാപ്പി ആയിട്ട് അതിലിങ്ങനെ പോവാണ്. ഫൈസി ആ ഫിഷിൻ്റെ പുറത്ത് കയറിയപ്പോൾ മുതൽ മേജിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടാവും. അവിടെ നിന്ന് ഓരോ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓൻ അതിൽ പറ്റൂല, ഓൻ പിടിച്ചിരിക്കൂല. അത് വിട്ടാലോ വിചാരിച്ചിട്ട് കയറ്റാൻ സേഫ് അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ നിൽക്കില്ല. അപ്പോഴാണ് അപ്പുറത്തൊരു കപ്പ് പോലത്തെ സാധനം കണ്ടത് കേട്ടോ. അതിങ്ങനെ തിരിയുന്ന സാധനം തോന്നുന്നുണ്ട്. പക്ഷെ അതുപോലെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ കൈ കൊണ്ട് തന്നെ തിരിച്ചാം. തൽക്കാലം അതിൽ കയറ്റി ഓനെ സമാധാനിപ്പിക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിലിട്ട് കറക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വീയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓന് പിടിച്ചിരിക്കാത്തതുകൊണ്ട് വീയാൻ പോവാം. പിന്നെ നോക്കിയപ്പോൾ തല കറങ്ങിയിട്ടിട്ടോ വീയാൻ പോകട്ടോ. അങ്ങനെ തല കറങ്ങുന്നത് കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് ഇറക്കി. പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ കണ്ടിനി. ഒരുമാതിരി തവള പോലത്തെ സാധനം ഒക്കെ ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കാതെ തന്നെ അത് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളതിൽ കയറ്റി ഞങ്ങൾ തന്നെ ആട്ടി. അങ്ങനെ കുറേ സാധനത്തിൽ കയറി. അപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പോവാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ ട്രെയിൻ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്തതാണ്.
എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര നോക്കിയാലും മടുക്കൂല. എന്ത് ഭംഗിയാണല്ലേ ആകാശം കാണാൻ. ഓരോ ടൈമിലും ഓരോ ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ മെഹദിയായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരിക്കുകയാണ്. പിന്നെ മെഹദി പാല് കുടിക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചീപ്പ് കണ്ടപ്പോൾ ഫൈദിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പിന്നെ അതിലും കയറി. പിന്നെ അവിടെ ഒരുപാട് നല്ല വ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് കുറേ ടൈം അവിടെ നിന്നു കേട്ടോ. കുറേ നേരം നിന്നു. എൻ്റെ ഫോണിൻ്റെ ഗാലറി മുഴുവൻ നിറഞ്ഞു. ഞാനിങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ട എടുത്ത വീഡിയോസ് തന്നെ വീണ്ടും 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 എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒറ്റ ദിവസം കൊണ്ട് തീരും. അതാണ് സാധാരണ സംഭവിക്കൽ. പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യും. നമുക്ക് ഡിലീറ്റ് ചെയ്യാനേ തോന്നൂല. ഓ ഇത് നല്ല രസമുള്ള വീഡിയോ ആണല്ലോ, ഇത് നല്ല രസമുള്ള വീഡിയോ ആണല്ലോ, അങ്ങനെ ഏത് ഒഴിവാക്കാൻ തോന്നൂല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് കണ്ണും ചിമ്മിയാലോ ഒഴിവാക്കും. പക്ഷേ ഒഴിവാക്കിയ പിന്നെ അതിൻ്റെ കുറ്റബോധമായി, ആ വീഡിയോ പോയില്ലേ. അങ്ങനെ യൂട്യൂബിൽ ഇടുന്നതാണ് പിന്നെ ഏക സമാധാനം. പിന്നെ അതിൽ കാണാമല്ലോ. ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇതെന്താ എത്ര ഭംഗി, ഇതിലേറെ നല്ല ഭംഗിയുള്ള എത്ര സ്ഥലമുണ്ട്. പക്ഷെ എൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇത് ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് വലിയ ആന. നമുക്ക് എടുത്ത് പോവാ. എന്റെ കുട്ടി ഇന്നിയാന്റെ മേത്ത് മാത്രം കേറി. അവിടുന്ന് ആര് പിടിച്ചു? ആയില്ല, പിടിച്ച് അങ്ങോട്ട് 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 അപ്പുറത്തേക്ക് തിരി, അപ്പുറത്തേക്ക് തിരി. ഇരിക്കേ ചളി പോയിരുന്നു. അതിന്റെ ബാക്ക് നോക്കിയാ ഈ ചളി പിള്ളി. ആ നീരെ കുറച്ചൊരു വൃത്തിയില്ല. ആ കീഞ്ഞടിക്കോ. ആ പോരി 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 പോരി. ആ പോന്ന പോന്ന പോന്ന. പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഒരു കടയിൽ കയറി എന്തൊക്കെ വാങ്ങി തന്ന് വേഗം വീട്ടിൽ പോയി.